ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അരവിന്ദും ആകാശും കൂടി സംസാരിക്കുന്ന ചാരു മാറി നിന്ന് കേൾക്കണം കേട്ടോ. അങ്ങനെ ഈ സമയം എടാ നിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് നമ്മുടെ അച്ഛനുണ്ടല്ലോ, ആ ബാലമാഷ് നിന്നെ ചതിക്കുകയാണ്. നിൻ്റെ തലയിൽ ആ ഒരു സാരി വിൽക്കുന്നവളെ നിൻ്റെ തലയിലാക്കിയിരിക്കുകയാണ്. എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയതാണ്. ആ സമയം ഞാൻ ഓടി രക്ഷപ്പെട്ടു എന്ന് പറയണം കേട്ടോ. ഇതേ സമയം ചാരുവിന് ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ ടെൻഷനാണ്. ഇവിടെ ആകാശ് എന്ത് മറുപടി നൽകും എന്നുള്ളത്. പലവട്ടം തൻ്റെ മനസ്സുകളിലൂടെ തന്നെ കടന്നുപോയ ചിന്തകളാണ്. കാരണം എന്നെ കെട്ടിയതുകൊണ്ട് തന്നെ ആകാശേട്ടൻ്റെ ജീവിതം തകർന്നു എന്ന് ചിന്തിച്ചിരിക്കുന്ന ചാരുവിൻ്റെ മുന്നിൽ ആ സത്യം വെളിപ്പെടുന്ന ആ ദിവസമാണ് കേട്ടോ. അങ്ങനെ ആകാശിനോട് അരവിന്ദൻ പറയണേ, എടാ എൻ്റെ അനിയൻ്റെ ജീവിതമാണ് ആ ബാലമാഷ് തകർത്തത്. എൻ്റെ അച്ഛനെന്ന് പറയുന്നവൻ അയാൾ എന്നെ തകർക്കുകയാണെന്ന് കണ്ടപ്പോൾ ഞാൻ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു. പക്ഷേ അയാൾ എനിക്കൊരു ഉപകാരം ചെയ്തു തന്നു. വീടും വരെ എൻ്റെ പേരിൽ എഴുതി തന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ള സത്യമൊക്കെ അങ്ങ് വെളിപ്പെടുത്താണ് കേട്ടോ. ഇതങ്ങ് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ പറയാണ്, അതെ നീ പറഞ്ഞതുപോലെ എൻ്റെ അച്ഛനുണ്ടല്ലോ ആ ബാലമാഷ്, നിനക്ക് നിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ എൻ്റെ അച്ഛൻ വൃത്തികെട്ട ഒരു അച്ഛനായി നിനക്ക് തോന്നും. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ചതിക്കുഴിയിലാണ് ഞാൻ വീണതെന്ന് നീ പറഞ്ഞല്ലോ. പക്ഷേ സത്യത്തിൽ അതൊന്നല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു നിധി കണ്ടാൽ നീ എന്താ ചെയ്യുക? അത് ഞാൻ എടുത്ത് ഓടിപ്പോകുമെന്ന് പറയണം കേട്ടോ. അതാണ് നിനക്ക് പറ്റിയത്. നീ ആ നിധി എടുത്ത് ഓടിപ്പോവുകയല്ലേ നീ ചെയ്തത്. എന്നാൽ നീ പറഞ്ഞ ആ ചതിക്കുഴിയില്ലേ, ആ ചതിക്കുഴിയിൽ ഞാൻ വീഴുകയല്ല ചെയ്തത്. ആ ചതിക്കുഴിയിൽ നിന്ന് എൻ്റെ അച്ഛൻ എന്നെ കൈപിടിച്ച് കയറ്റുകയാണ് ചെയ്തത്. അത് കേട്ട ഉടനെ തന്നെ ഇവിടെ ചാരു എന്തപ്പം ഈ പറയുന്നത്, ഇവർ സംസാരിക്കുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാവാതെ ചാരു ആകെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ആകാശിനോട് ഇവിടെ ചോദിക്കുകയാണ് ഉടൻ തന്നെ അരവിന്ദൻ, എന്താടാ നീ പറയുന്നത്? നീ ഇപ്പോൾ ഒരു ചതിക്കുഴിയിൽ എൻ്റെ അച്ഛൻ നിന്നെ കൊണ്ടിട്ടിരിക്കുന്ന ആ വൃത്തികെട്ടവളെ നിൻ്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയല്ലേ. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ, അല്ലടാ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിനക്ക് എൻ്റെ അച്ഛൻ വലിയൊരു അമൂല്യമായ ഒരു വസ്തുവാണ് നിൻ്റെ കയ്യിൽ വെച്ചത്. അതായത് ഒരു നിധിയെയാണ് നിനക്ക് കയ്യിൽ വെച്ചത്, ഒരു മഹാലക്ഷ്മിയെ. ആ മഹാലക്ഷ്മിയെ നീ കയ്യിൽ വെച്ച് തന്നപ്പോൾ നീ മനസ്സിലാക്കിയില്ല അതിൻ്റെ മൂല്യം എന്താണെന്ന്. നീ പറയുന്ന ഈ ചതിക്കുഴിയിൽ ഞാൻ വീണു എന്നൊരു തോന്നൽ അന്ന് ചാരുവിൻ്റെ കഴുത്തിൽ നീ എന്നെ എൻ്റെ തലയിൽ കെട്ടിവെക്കുന്ന വിധത്തിൽ നീ അവിടെ നിന്ന് ഓടിയില്ലേ, ആ സമയം ആ നിമിഷം കുറച്ച് നാൾ വരെ എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് അങ്ങനെ ഒരു തോന്നലില്ല. എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നത് വലിയൊരു നിധിയാണ്, വലിയൊരു അമൂല്യ വസ്തുവിനെയാണ്, ഒരു മാണ് എനിക്ക് എൻ്റെ അച്ഛൻ തന്നിരിക്കുന്നത്. ഒരു മഹാലക്ഷ്മിയെ തന്നതുപോലെയാണ് എനിക്ക് തോന്നിയത് എന്ന് പറയുന്നത് കേട്ടോ. ഇത് കേൾക്കുന്ന ചാരുവിൻ്റെ കണ്ണൊക്കെ നിറയാണ് കേട്ടോ. ചാരുവിന് സന്തോഷം കൊണ്ട് പറയാൻ വാക്കുകളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ പുടവ വെക്കുന്നവളും അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നീയും അമ്മയും പുച്ഛിക്കുന്നുണ്ടല്ലോ, എന്നാൽ അതിൻ്റെ മൂല്യം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയാനിരിക്കുന്നുള്ളൂ. ആ മൂല്യം തിരിച്ചറിഞ്ഞവരാണ് ഈ ആകാശ്. അതുകൊണ്ട് ഈ ആകാശിന് ഏറ്റവും വലിയ ജീവനാണ്, ഏറ്റവും വലിയ പ്രാണനാണ് ചാരു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ആകാശം അങ്ങ് പോവാണ് കേട്ടോ. ഇതേ സമയം ഇവനെന്തോന്നാ ഈ പറയുന്നത്, ഈ പറഞ്ഞതിൻ്റെ അർത്ഥം തനിക്ക് മനസ്സിലാവാതെ ആകെ ഞെട്ടി നിൽക്കുകയാണ് ഈ പറയുന്ന അരവിന്ദൻ കേട്ടോ. അരവിന്ദൻ എന്താണിപ്പോൾ ഈ പറയുന്നത് എന്ന് മനസ്സിലാവാതെ, ഇവനെന്താ പൊട്ടനാണോ ഇങ്ങനെ ഒരു പെണ്ണിനെ തലയിൽ കെട്ടിവെച്ചിട്ടും, ഇവനെന്താ പൊട്ടനാണോ എന്നുള്ള ലെവലിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം ചാരുവിനാണെങ്കിൽ സന്തോഷം കൊണ്ട് തൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. തനിക്ക് സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഈ ഒരു സമയം താൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ താനിങ്ങനെ ഓടിച്ചാടി തുള്ളിക്കളിക്കുക, അത്ര സന്തോഷമുണ്ട്. തൻ്റെ ആകാശേട്ടൻ തൻ്റെ പ്രണയം മനസ്സിലാക്കിയ ആ നിമിഷത്തെക്കുറിച്ച് ഓർത്ത് വലിയ സന്തോഷത്തിൽ ചാരു അവിടെ നിന്നും വേഗം വണ്ടിയെടുത്ത് തൻ്റെ കൂട്ടുകാരിയുടെ അടുത്തോട്ട് പോവാണ് കേട്ടോ. ഇതേ സമയം അവളുടെ അടുത്ത് ചെന്നിട്ട് പറയണേ, എടി എനിക്കൊരു സന്തോഷമുണ്ട്. എന്താ ചാരു എൻ്റെ മുഖത്ത് ഇത്ര വലിയ സന്തോഷം, അതെന്താ എന്നോട് തുറന്ന് പറയാം. അതൊക്കെ ഉണ്ടെടി, അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എങ്ങനെ വട്ടം കറങ്ങിയും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ സംഭവം എന്നോടും കൂടി പറ എന്ന് പറയുമ്പോൾ, അതൊക്കെ പറയാം. അതെ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ഭർത്താവ് എന്നോ എന്താ നീ പറയുന്നത്? അതെ, ആകാശേട്ടൻ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന ആ ഒരു വിശ്വാസത്തോടു കൂടിയാണല്ലോ ഞാൻ നടന്നിരുന്നത്. അതിലിപ്പോൾ എങ്ങനെ ഇപ്പോൾ തിരുത്ത് വന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതിലിപ്പോൾ ഒരു തിരുത്ത് വന്നിരിക്കുന്നു. ആകാശേട്ടൻ ഇന്ന് അരവിന്ദേട്ടനോട് ഞാൻ പറയുന്നത് കേട്ടു. എന്നെ ജീവനാണ്, എൻ്റെ പ്രാണനാണ്, എനിക്കൊരു മഹാലക്ഷ്മിയാണ് എൻ്റെ അച്ഛൻ കയ്യിൽ വെച്ച് തന്നിരിക്കുന്നത് എന്നുള്ള സത്യം ആകാശേട്ടൻ ഇന്ന് അരവിന്ദേട്ടനോട് പറയുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷവതിയാണ്. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ ഇവിടെ തൻ്റെ കൂട്ടുകാരി പറയണേ, ഇത്
എന്നോ ഞാൻ തന്നോട് പറഞ്ഞതല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ നിൻ്റെ മനസ്സിലാക്കും ആകാശേ, ഇപ്പം മനസ്സിലാക്കിയില്ലേ. അങ്ങനെ ചാരു തൻ്റെ കൂട്ടുകാരിയെയും കൊണ്ട് ബൈക്കുമേ പിന്നീട് നമുക്ക് പോവാം, ഒന്ന് അമ്പലത്തിൽ പോകണം എന്നൊക്കെ പറഞ്ഞു വളരെ സന്തോഷവാദിയായി തുള്ളിച്ചാടി കളിച്ചും കൊണ്ട് അവളെയും കൊണ്ട് അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ദേവിയുടെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദേവി, എനിക്കെൻ്റെ ആകാശേട്ടൻ എന്നെ പ്രാണനാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ജീവിതത്തിൽ വേറെ ഒന്നും വേണ്ട, ഇത് മതി, ഇത് കേൾക്കാൻ എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ചാരു റോഡരികിലൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ആ ഒരു സീന്, അതുപോലെ തൻ്റെ കൂട്ടുകാരിയുടെ കുട്ടിക്ക് പൂവ് അതുപോലെ കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ച് കൊടുക്കണം. ചാരുവിന് അത്രയും വലിയ സന്തോഷം തോന്നുകയാണ്. അങ്ങനെ ചാരു തൻ്റെ വീട്ടിലോട്ട് ബൈക്ക് എടുത്തിട്ട് പോവാണ് കേട്ടോ. ഇതേ സമയം ശ്രേയ ആണെങ്കിലോ, അമ്മേ എൻ്റെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിയിരിക്കുന്നു, എനിക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എൻ്റെ കണക്ക് കൂട്ടലുകൾ, അവനെ ഞാൻ അകത്തിടാൻ ശ്രമിക്കും തോറും ഞാനാണ് തോൽക്കുന്നത്, അവനെ രക്ഷിക്കാൻ അവൾ എത്തുന്നു. ആ ചാരു അവളെ ഒരു പീറ പെണ്ണാണെന്നാണ് ഞാൻ കരുതിയത്, പക്ഷെ അതൊന്നല്ല, അവൾക്ക് നല്ല ബുദ്ധിയാണ്. എൻ്റെ ഇതൊക്കെ അവൾ തടയുകയാണ്, ഞാൻ പരാജയപ്പെടുകയാണ് അവൾക്ക് മുന്നിൽ എന്നൊക്കെ പറയുമ്പോൾ, നീ അങ്ങനെ പരാജയപ്പെടാതെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ചാരുവിനെയാണ് കാണിക്കുന്നത്. ചാരു പിറ്റേ ദിവസം രാവിലെ എണീക്കുകയാണ്. വളരെ സന്തോഷവതിയാണ്. ആകാശിന് തന്നെ പ്രാണനാണെന്ന് പറഞ്ഞത് താൻ നേരിട്ട് കേട്ടത് കൊണ്ട് തന്നെ. അങ്ങനെ ആകാശ് കിടന്നുറങ്ങുകയാണ്. അങ്ങനെ അക്കുച്ചേട്ടാ എണീറ്റേ, അക്കുച്ചേട്ട എണീക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് ആകാശിൻ്റെ മുന്നിലോട്ട് വരികയാണ്. അപ്പോൾ ആകാശ്, എന്താ കാക്കത്തി, ഉറങ്ങാനും സമ്മതിക്കില്ലേ? അക്കുച്ചേട്ടാ മതി ഉറങ്ങിയത്, ഒത്തിരി നേരമായി, ഇപ്പം എത്ര സമയം എന്നറിയോ? അപ്പോൾ തൻ്റെ താലിമാല ഇങ്ങനെ ആ ഒരു ഇതിലൂടെ ഇങ്ങനെ വീഡിയോ കാണിക്കുന്നതായിട്ട്, ആ താലിയിലൂടെയാണ് ആകാശിൻ്റെ മുഖം കാണിക്കുന്നത്. അപ്പോൾ അക്കുച്ചേട്ടാ എണീക്കുന്നുണ്ടോ? മതി മതി, എന്താ കാക്കുത്തി, ഞാനൊന്ന് ഉറങ്ങട്ടെ, എന്നെ ഉറങ്ങാനും സമ്മതിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ ആകാശ് ചാരുവിനോട് പറയണം. മതി അക്കുച്ചേട്ടാ ഉറങ്ങിയത്, അക്കുച്ചേട്ട എണീറ്റേ എന്ന് പറയുമ്പോൾ, എന്തിനാ കാക്കുത്തി എന്നെ ഇത്ര രാവിലെ എണീപ്പിക്കുന്നത്? അതെ, എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, അക്കുച്ചേട്ടനൊന്ന് കുളിച്ച് റെഡിയായി വന്നേ, ഞാനിത് പുതിയ സാരിയൊക്കെ എടുത്ത് കണ്ടില്ലേ. ഓ അതിനാണോ, എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ രംഗമാണ് കേട്ടോ. അങ്ങനെ ബൈക്കിൽ കയറുകയാണ്. പതിവില്ലാതെ കാക്കുത്തി തൻ്റെ തോളിൽ കൈവെക്കുമ്പോൾ എന്തോ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട്, അമ്പലത്തിലോട്ട് പോകാനാണ്, നമുക്ക് 2 പേർക്കും കൂടി അമ്പലത്തിൽ പോകണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അവിടെ കുറേ വിഗ്രഹങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. അപ്പോഴാണ് അവിടെ ഒരു മുല്ലപ്പൂ കച്ചവടം കാണുന്നത്. അത് കാണുന്ന ചാരുവിന് ഒരുപാട് സന്തോഷമാണ്. ആദ്യം നമുക്ക് വിഗ്രഹത്തിൻ്റെ ആ ഷോപ്പിലോട്ട് പോകാം, എനിക്ക് അങ്ങോട്ടേക്ക് വേണം, എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ദേവിയെ മേടിക്കണമെന്ന് പറഞ്ഞിട്ട് ആകാശിനെയും കൊണ്ടുപോകുമ്പോൾ ആകാശ് പറയുന്നത്, ഇനി എന്താ ഉദ്ദേശിക്കുന്നത്, എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. അതൊക്കെ ഉണ്ട് എൻ്റെ അക്കുച്ചേട്ടൻ, ഞാൻ പറയുന്നത് കേട്ട് എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇഷ്ടപ്പെട്ട ദേവിയെ മേടിച്ച് ബൈക്കുമ്മ കയറുന്ന ആ ഒരു രംഗമാണ് കേട്ടോ. ഇതൊക്കെ സന്തോഷവനായി തന്നെ ഇവിടെ ആകാശ് ചെയ്തു കൊടുക്കുകയാണ്. പിന്നീട് തൻ്റെ വീട്ടിലോട്ട് തിരികെ വരികയാണ്. അപ്പോൾ ഇവർ രണ്ടാളും ഒരുമിച്ച് വരുന്നത് കാണുമ്പോൾ, ഈ ഒരു ദേവിയും കൈപ്പിടിച്ച് വരുന്നത് കാണുമ്പോൾ അരവിന്ദനും ഹേമയും ആകെ ഞെട്ടി നിൽക്കണം കേട്ടോ. ഇവളെന്തിനാ അപ്പോൾ രാവിലെ തന്നെ പുറത്ത് പോയി ഇങ്ങനെയൊക്കെ കയ്യിൽ പിടിച്ച് വരുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ ഈ സമയമാണെങ്കിലോ തൻ്റെ കയ്യിലിരിക്കുന്ന ആ ദേവിയെ തന്നെ അരവിന്ദൻ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം ബാലമാമ, മോളെ നീ രാവിലെ തന്നെ എങ്ങോട്ട് പോയതാണ്, ഞാനിത് വാങ്ങാൻ പോയതാണ്, ഇത് എന്താ മനസ്സിലായില്ല, എന്തായാലും നിനക്ക് ഇഷ്ടപ്പെട്ട ദേവിയല്ലേ, എന്തായാലും വാങ്ങിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പറയുന്ന സീനാണ് കേട്ടോ. അപ്പം എന്തായാലും സത്യങ്ങളെല്ലാം ഇനി ചാരു തിരിച്ചറിഞ്ഞിരിക്കുകയാണ്, ആകാശ് തന്നെ പ്രണയിക്കുന്നുണ്ടെന്നുള്ള സത്യം കേട്ടോ. ഇനി ചാരുവിൻ്റെ ആ കരച്ചിലങ്ങ് നിൽക്കുകയാണ്. ഇനി ചാരു പുതിയൊരു പെണ്ണാവുന്ന ആ ഒരു കിടുക്കൻ സീനാണ്, അതായത് കരച്ചിൽ നിർത്തി ശ്രേയോടൊക്കെ പൊരുതി മുന്നോട്ട് പോകുന്ന ആ ഒരു സീനിലോട്ടാണ് കേട്ടോ ഇനി കഥ പോകുന്നത്.